ഹലോ, നമസ്കാരം. ഓക്കെ, ഇന്നത്തെ വീഡിയോയുമായിട്ട് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ BRP കാർഡിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് നമ്മുടെ കാൻഡിഡേറ്റ്സിന് വേണ്ടിയൊക്കെ നോക്കിയിട്ടൊന്നും യൂട്യൂബിനകത്ത് അധികം വീഡിയോസും കാര്യങ്ങളൊന്നും കണ്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെല്ലാം ഇത് പ്രയോജനം ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആദ്യമായിട്ട് നമുക്ക് നിലവിൽ UK വർക്ക് ചെയ്യാനുള്ള റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ BRP കാർഡാണ്. BRP കാർഡ് നമ്മുടെ എംപ്ലോയറിന് കൊടുക്കുമ്പോഴാണ് അത് നമുക്ക് ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ എവിടെയും വർക്ക് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് റെൻറ്റിന് വേണ്ടി നമ്മൾ റെൻ്റ് എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ ലാൻഡ് ലോഡ് നമ്മളോട് ചോദിക്കുന്നുണ്ട്, UK താമസിക്കാനുള്ള റൈറ്റ് നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ BRP കാർഡ് എടുത്ത് കാണിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അതിൻ്റെ കോപ്പി കൊടുക്കുമ്പോഴാണ് നമ്മൾ ലാൻഡ് ലോഡിന് വിശ്വാസമാകുന്നത്. എന്നാൽ ആ ഒരു സിസ്റ്റം മാറാൻ പോവുകയാണ്. ഇനിയും ഒരു ഡിജിറ്റൽ ഡോക്യുമെൻ്റ് ആണ് അല്ലെങ്കിൽ എവിഡൻസ് ആണ് വേണ്ടിയത്. അത് നിങ്ങൾ വേണം നിങ്ങളുടെ എംപ്ലോയറിന് ഈ ഒരു കോഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കോഡ് ക്രിയേറ്റ് ചെയ്തിട്ട്, ഷെയർ കോഡ് എന്നാണ് പറയുന്നത്, ഈ ഒരു കോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ എംപ്ലോയറിന് അത് ഷെയർ ചെയ്യുക ഇമെയിൽ വഴി. എംപ്ലോയർ ഈ കോഡും കൊണ്ട് അവരുടെ ഗവൺമെൻറ് വെബ്സൈറ്റിൽ നിന്ന് നിങ്ങളുടെ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലും നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്നുള്ള ഒരു ഡോക്യുമെൻ്റ് അവർ ഡൗൺലോഡ് ചെയ്യുക, പ്രിൻറ്റ് ചെയ്ത് നിങ്ങളുടെ ഫയലിനകത്ത് വെക്കുകയാണ്. ഇങ്ങനെ വെച്ചില്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം ഓഫീസിൽ നിന്ന് ഇൻസ്പെക്ഷൻ വരുമ്പോൾ BRP കാർഡ് മാത്രമേ ഉള്ളെങ്കിൽ എംപ്ലോയറിന് ഫൈൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്നല്ല, ഫൈൻ കിട്ടും എന്നുള്ളതാണ് പുതിയ ഗൈഡൻസിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഷെയർ കോഡ് എങ്ങനെയാണ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യത്തേത് നിങ്ങൾക്ക് പ്രൂവ് യുവർ റൈറ്റ് ടു വർക്ക്, ആ ഒരു ഷെയർ കോഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. രണ്ടാമത്തേത് പ്രൂവ് യുവർ റൈറ്റ് ടു റെൻറ്റ്, നിങ്ങൾക്ക് ലാൻഡ് ലോഡിന് കൊടുക്കേണ്ട ഷെയർ കോഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത് gov.uk എന്ന് പറഞ്ഞ വെബ്സൈറ്റിലോട്ട് പോവുകയാണ്. ഞാനത് കാണിക്കുക. നമ്മൾ ആ വെബ്സൈറ്റിലേക്ക് വന്നു. വെബ്സൈറ്റിലേക്ക് വരുമ്പോൾ ഒരു സെർച്ച് ബാർ ഉണ്ട്. അവിടെ നമ്മുടെ പ്രൂവ് യുവർ റൈറ്റ് ടു വർക്ക് എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പേജ് ഓപ്പണായി വരും. ആ പേജിനകത്ത് കുറേ ലിസ്റ്റ് കാണും. ആ ലിസ്റ്റിനകത്ത് ആദ്യത്തെ ലിങ്കാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ആദ്യത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പേജ് ഓപ്പണായിട്ട് വരും. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബയോമെട്രിക് കാർഡ് നമ്മുടെ കൈവശം കിട്ടിയതിന് ശേഷമേ നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പം ബയോമെട്രിക് കാർഡ് കിട്ടിയതിന് ശേഷം നമ്മൾ മുന്നോട്ട് പോവാം. അപ്പോൾ ഇതിനകത്ത് ചോദിക്കും ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് തെളിയിക്കാനായിട്ട് നിങ്ങൾക്ക് എന്താണ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ബയോമെട്രിക് കാർഡ് ചൂസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുക. അന്നേരം ബയോമെട്രിക് കാർഡ് ഉണ്ട്, യെസ് അടിക്കുക. ഓക്കെ, ഇവിടെ നമ്മുടെ ബയോമെട്രിക് കാർഡിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കുക. ഏറ്റവും മുകളിൽ കാണുന്ന ഫ്രണ്ട് സൈഡിൽ ഏറ്റവും മുകളിൽ കാണുന്ന നമ്പറാണത്. ആ നമ്പർ അവിടെ അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഡേറ്റ് ഓഫ് ബർത്ത് ഇപ്പം 22/04 അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വരാൻ ചാൻസ് ഇല്ല. 4 തന്നെ അടിക്കണം. ആ 0 മാറ്റിയിട്ട് കണ്ടിന്യൂ ചെയ്യുക. അതത്രയും ചെയ്ത് കഴിയുമ്പോൾ ഒരു ഫോട്ടോ സഹിതം ഒരു പ്രൊഫൈൽ വരും. ഈ ഒരു പേജ് പ്രിൻറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പേജ് വാലിഡ് അല്ല. നമ്മൾ ഷെയർ കോഡ് തന്നെ ഷെയർ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ കണ്ടിന്യൂ പ്രസ് ചെയ്യുക. കണ്ടിന്യൂ പ്രസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഷെയർ കോഡ് നമുക്ക് വരും. ഈ ഷെയർ കോഡാണ് എംപ്ലോയറിന് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത്. എംപ്ലോയറിൻ്റെ അഡ്രസ്സുണ്ട്. എംപ്ലോയറിൻ്റെ ഇമെയിൽ അഡ്രസ്സ് അടിച്ചു കൊടുത്തിട്ട് കണ്ടിന്യൂ ഞെക്കി കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എംപ്ലോയറിൻ്റെ ഇമെയിലിലേക്ക് ചെല്ലുന്നതാണ്. ഇത് ചെന്ന് കഴിയുമ്പോൾ എംപ്ലോയറിന് ആ കോഡ് വെച്ച് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നിങ്ങളുടെ ഡോക്യുമെൻ്റ് പ്രിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ഈ ഒരു ഷെയർ കോഡ് 1 മാസത്തെ വാലിഡിറ്റിയേ ഉള്ളൂ. ഈ 1 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ എംപ്ലോയർ വീണ്ടും നമ്മളോട് എപ്പോഴെങ്കിലും ചോദിക്കുവാണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഷെയർ കോഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി രണ്ടാമത് ഞാൻ കാണിക്കാൻ പോകുന്നത് പ്രൂവ് യുവർ റൈറ്റ് ടു റെൻറ്റ് ഇൻ ഇംഗ്ലണ്ട്. അത് ലാൻഡ് ലോഡ് നിങ്ങളോട് ചോദിക്കുവാണെങ്കിൽ നമ്മൾക്ക് എങ്ങനെ അത് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇതേ സെയിം പ്രൊസീജിയർ തന്നെ gov.uk വെബ്സൈറ്റിലോട്ട് ചെന്നിട്ട് നമ്മുടെ സെർച്ച് ബാറിൽ പ്രൂവ് യുവർ റൈറ്റ് ടു റെൻറ്റ് ഇൻ ഇംഗ്ലണ്ട് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ കുറേ ലിസ്റ്റ് വരും. ആ ലിസ്റ്റിൽ നിന്ന് പ്രൂവ് യുവർ റൈറ്റ് ടു റെൻറ്റ് ഇൻ ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞ ലിങ്ക് ക്ലിക്ക് ചെയ്യുക.
സെയിം പ്രൊസീജിയറിനെ നമ്മൾ നേരത്തെ സെക്ഷനിൽ കാണിച്ച അതേ രീതിയിൽ തന്നെ ബയോമെട്രിക് കാർഡും അതുപോലെ ബയോമെട്രിക് കാർഡിൻ്റെ നമ്പറും കാര്യങ്ങളും അടിച്ച് അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഷെയർ കോഡ് ക്രിയേറ്റ് ചെയ്ത് വരും. ആ ഷെയർ കോഡ് നമ്മുടെ ലാൻഡ് ലോഡിൻ്റെ ഇമെയിലിലേക്ക് സെൻഡ് ചെയ്യുക. ലാൻഡ് ലോഡ് ആ ഷെയർ കോഡ് വെച്ചുകൊണ്ട് അവർക്ക് നമുക്ക് ഇവിടെ താമസിക്കാൻ കഴിയുമെന്നുള്ള ഒരു ഡോക്യുമെൻ്റ് അവർക്ക് കിട്ടുന്നതാണ്. അത് അവർക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബായ്.